സിനിമാ നടി ആവണം എന്ന് കരുതിയാൽ അച്ഛനമ്മ ആദ്യം ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാലനടിയായിട്ട് അഭിനയിപ്പിക്കുക, പിന്നെ നായികയായിട്ട് വന്നോളും. അതിന് ഉദാഹരണമാണ് നമുക്ക് കുറച്ച് നായികമാരെ നമുക്കൊന്ന് പരിശോധിക്കാനുണ്ട്. നസ്രിയ നസ്രിയ പളുങ്കിൽ വരുമ്പോൾ ചെറിയൊരു കുട്ടിയാണ്. അത് കഴിഞ്ഞ് നസ്രിയ അങ്ങോട്ട് അഭിനയിച്ച് ഇപ്പോൾ എവിടെ എത്തി? ഫഹദ് ഫാസിലിൻ്റെ ഭാര്യ വരെ എത്തി. ഓം ശാന്തി ഓശാന. അങ്ങനെ കഴിവുകൾ ചെറുപ്പത്തിലെ കിട്ടിയാൽ നല്ലതാണ് സിനിമയിൽ അഭിനയിക്കുമ്പോൾ. പിന്നെ കഥ തുടരുന്നു എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അനിത സുരേന്ദ്രൻ ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ അഭിനയിച്ചതാണ്. പിന്നെ അനിത സുരേന്ദ്രൻ ഇപ്പോൾ എവിടെ എത്തി? അജിത്തിൻ്റെ കൂടെ വരെ അഭിനയിച്ചു. വിശ്വാസം എന്നുള്ള ഒരൊറ്റ പടം കൊണ്ട് തമിഴിലെ സൂപ്പർ സ്റ്റാറായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അത്രയധികം ചാൻസുകളാണ്. എസ്താർ വെച്ചിട്ടുണ്ടെങ്കിൽ ദൃശ്യം 3യിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്നു. ദൃശ്യം 1ൽ നമ്മൾ കണ്ടു. പക്ഷെ അതൊരു ഭാഗ്യമില്ലാത്ത കുട്ടിയാണ്. നല്ലൊരു മുഖശ്രീയും അതുപോലെ നല്ല എന്ത് ഗ്ലാമർ വേഷങ്ങൾ അഭിനയിക്കാനും ഫോട്ടോഷൂട്ടിലൊക്കെ ഒരുപാട് നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. പക്ഷെ വേണ്ട വിധം അങ്ങോട്ട് നമ്മുടെ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും ഏറ്റെടുക്കുന്നില്ല. എന്താ കാരണം എന്നറിയില്ല. എന്തായാലും നല്ലൊരു ഭാവി ആ കുട്ടിക്ക് ഉണ്ടാവും. നയൻതാര പോലെ നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ തമിഴിൽ എന്ന് നമ്മൾ പറയാം. പിന്നെ അനൂഷ ദിലീപിൻ്റെ നായികയായി. അത് ബാലതാരമായിട്ട് അഭിനയിക്കുമ്പോൾ എത്ര സീരിയലിൽ സിനിമകളൊക്കെ അഭിനയിച്ചു. അതിൻ്റെ ദിലീപിൻ്റെ പോലും നായികയായി. കുറേ സിനിമകളൊക്കെ അഭിനയിച്ചു. പക്ഷേ ലക്ക് കുറവാണ്, അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ നമിത പ്രമോദ് അത് നല്ല ലക്കുള്ളൊരു നായികയാണ്. ട്രാഫിക് എന്ന് പറഞ്ഞാൽ റഹ്മാൻ്റെ പടത്തിൽ റഹ്മാൻ്റെ മകളായി അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റാണ്. പിന്നെ അവിടെ നിന്ന് എന്താ വെച്ചടി കയറ്റും. എല്ലാ സിനിമയിലും നമിത പ്രമോദില്ലാത്ത സിനിമയില്ല. എല്ലാ നായകന്മാരെ കൂടി അഭിനയിച്ചു. പക്ഷേ ഇപ്പോൾ കഷ്ടകാലമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിളങ്ങി നിന്ന കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് നടികളിൽ ഇടിച്ചു കയറ്റം തുടങ്ങി. അതോടുകൂടി ഈ കുട്ടിക്ക് ചാൻസ് വളരെ വളരെ കുറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബേബി നയൻതാര കിലുക്കം എന്ന് പറഞ്ഞ പടത്തിൽ വന്നതാണ്. ഇപ്പം എന്ത് സുന്ദരിയാണെന്നറിയാം കാണാനായിട്ട്. ഇഷ്ടംപോലെ തമിഴ് പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ശ്രീദേവി ബാലതാരമായിട്ട് വന്നാണ്, ശ്രീവിദ്യ ബാലതാരമായിട്ട് വന്നാണ്, ഷീല ബാലതാരമായിട്ട് വന്നാണ്, ബേബി സുമതി ബാലതാരമായിട്ട് വന്നാണ്, ബേബി അഞ്ചു ബാലതാരമായിട്ട് വന്നാണ്. ഇവരൊക്കെ ബാലതാരം തൊട്ട് അഭിനയം തുടങ്ങിയതാണ്. അപ്പോൾ അവരെ കളരി അതാണ്. അതുകൊണ്ട് അവർ ആ നായികയായാലും അത് വിജയിച്ച് പോകും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു നായികയായിട്ട് വന്ന് കയറി കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് ലൈഫ് കിട്ടില്ല. അവർ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് മാറിപ്പോകും. ഇവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാലൻ്റ് ഉണ്ടാവും അഭിനയത്തിൽ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ അഭിനയവും ഡയറക്ഷനും അതുപോലെ തന്നെ ലൈറ്റും ഡയലോഗും ഒക്കെ കണ്ട് പഠിച്ച കാരണം. എല്ലാവരും നന്നായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം.